പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരനെതിരെയും ഭാര്യ സുപ്രിയ മേനോനെതിരെയും ഗുരുതര ആരോപണങ്ങളുമായി ബി.ജെ.പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ രംഗത്ത് വന്നു. എമ്പുരാൻ വിവാദം കത്തി നിൽക്കവെയാണ് സിനിമയുടെ സംവിധായകനായ പൃഥ്വിരാജിന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കുമെതിരെ ബി ഗോപാലകൃഷ്ണൻ രംഗത്തെത്തിയിരിക്കുന്നത്. സുപ്രിയ മേനോൻ അർബൻ നക്സൽ ആണെന്നാണ് ഗോപാലകൃഷ്ണൻ ആരോപിക്കുന്നത്. എമ്പുരാൻ വിവാദത്തിൽ പ്രതികരിച്ച് കുറിപ്പെഴുതിയ മല്ലിക സുകുമാരന് ആദ്യം മരുമകളെ നിലയ്ക്ക് നിർത്തണമെന്നും ഗോപാലകൃഷ്ണൻ തൃശൂരിൽ പറയുന്നു. മല്ലിക സുകുമാരൻ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പറഞ്ഞത് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നത് ശരിയാണോ എന്ന് മേജർ രവി ആലോചിക്കണമെന്നാണ്. മോഹൻലാലിനെ പരോക്ഷമായും മേജർ രവിയെ പ്രത്യക്ഷമായും എതിർക്കുകയാണ് അവർ ചെയ്തത്. മല്ലിക സുകുമാരനോട് ബി.ജെ.പിക്ക് ഒന്നേ പറയാനുള്ളൂ, വീട്ടിൽ ഒരാളുണ്ടല്ലോ മരുമകൾ, അവരെ അർബൻ നക്സലൈറ്റ് ആണ്, മരുമകളെ നിലയ്ക്ക് നിർത്തണം. തരത്തിൽ പോയി കളിക്കട, എന്റെ ഭർത്താവിനോട് വേണ്ട എന്നാണ് അവർ പോസ്റ്റ് ഇട്ടത്. ആദ്യം ആ അഹങ്കാരിയെ നിലയ്ക്ക് നിർത്താനാണ് അമ്മായിയമ്മ ശ്രമിക്കേണ്ടത് എന്നാണ് ബി ഗോപാലകൃഷ്ണൻ ആരോപിച്ചത്. എമ്പുരാന്റെ റിലീസിന് മുൻപ് പൃഥ്വിരാജിന് പിന്തുണ നൽകി സുപ്രിയ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു. 12 മണിക്കൂറിനുള്ളിൽ എമ്പുരാൻ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് മുന്നിലെത്തും. അതിലൊരു റിംഗ് സൈഡ് വ്യൂ ലഭിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. എഴുത്ത്, പുനരാഖ്യാനം, ചർച്ചകൾ, തയ്യാറെടുപ്പ്, ഷൂട്ട് എന്നിവയിലൂടെ പൃഥ്വിരാജ് നിങ്ങൾ എണ്ണമറ്റ മണിക്കൂറുകൾ എത്രമാത്രം അധ്വാനിച്ചുവെന്ന് ഞാൻ കണ്ടു. ഇതെല്ലാം സംഭവിച്ചത് നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെയും നേതൃത്വത്തിന്റെയും പൂർണ്ണമായ വ്യക്തത കൊണ്ടാണ്. നിങ്ങൾ ഇല്ലുമിനാറ്റി അല്ല, പക്ഷെ എന്റെ അഹങ്കാരി താന്തോന്നി തന്റേടി ഭർത്താവാണ്. ആളുകൾ നിങ്ങളെ എത്രമാത്രം പരിഹസിച്ചുവെന്ന് എനിക്കറിയാം. ആ നിന്ദകരോടെല്ലാം എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ആളറിഞ്ഞ് കളിക്കട എന്നായിരുന്നു സുപ്രിയ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. ഈ പോസ്റ്റിനെതിരെ കടുത്ത വിമർശനവുമായി സംഘപരിവാർ പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു. ഇതിനിടെ പൃഥ്വിരാജിനെതിരെ വീണ്ടും കടുത്ത വിമർശനവുമായി വീണ്ടും RSS മുഖപത്രം ഓർഗനൈസറും രംഗത്തെത്തിയിരുന്നു. ദേശവിരുദ്ധ ശബ്ദമെന്നാണ് ഓർഗനൈസർ ആവർത്തിച്ചിരിക്കുന്നത്. ഒരു സ്ത്രീയെ, അതും ഒരു മുൻകാല മാധ്യമ പ്രവർത്തകയാണ് ബി.ജെ.പി നേതാവ് ഇത്ര വൃത്തികെട്ട രീതിയിൽ ആക്ഷേപിച്ചിരിക്കുന്നത്. ഭാരതമെന്നും ആർഷഭാരത സംസ്കാരമെന്നും നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഹിന്ദു ഭീകരവാദികൾ തന്നെ ഭാരത സംസ്കാരത്തിൽ ദേവിയായും അമ്മയായും ഒക്കെ കരുതേണ്ട സ്ത്രീയെയാണ് ഇത്തരം പരസ്യമായ കടുത്ത ആക്ഷേപത്തിന് വിധേയയാക്കിയിരിക്കുന്നത്. ഈ പറയുന്ന ഹിന്ദു മതത്തിൽ തന്നെയല്ലേ കൗരവസഭയിൽ പരസ്യമായി വസ്ത്രാക്ഷേപം ചെയ്ത പാഞ്ചാലിയെ രക്ഷിച്ച ശ്രീകൃഷ്ണന്റെ കഥയുള്ളത്? അതിൽ തന്നെയല്ലേ സ്ത്രീകളോടല്ല അക്രമം കാണിക്കേണ്ടതെന്ന് പറഞ്ഞത്? ഒരു പെണ്ണിന്റെ മാനത്തിന് വില പറഞ്ഞതിനല്ലേ കുരുക്ഷേത്ര യുദ്ധമുണ്ടായി നൂറ്റവരും ഒരു സാമ്രാജ്യവും ഇല്ലാതായി പോയത്? അത്രയേറെ സ്ത്രീക്ക് പ്രാധാന്യമുണ്ട് എന്ന് കൽപ്പിക്കുന്ന ഒരു മതത്തിൽ വിശ്വസിച്ച് അതിന്റെ പ്രവർത്തകരായി ഇരിക്കുന്നവർക്ക് എങ്ങനെയാണ് ഒരു സ്ത്രീയെ ഇത്ര പരസ്യമായി ആക്ഷേപിക്കാൻ കഴിയുന്നത്? നിങ്ങളുടെ മതത്തിൽ തന്നെയല്ലേ സ്ത്രീ ഏത് ഘട്ടത്തിലും സ്വന്തം ഭർത്താവിന്റെ മാനാഭിമാനം കാക്കുന്നവളാകണമെന്ന് പറയുന്നത്? എന്നിട്ടാണോ ഇവിടെ സുപ്രിയ മേനോൻ സ്വന്തം ഭർത്താവിന് വേണ്ടി വാദിച്ചത് നിങ്ങളുടെ കണ്ണിൽ നക്സലേറ്റ് എന്ന ഓമന പേരിട്ട് വിളിക്കാൻ കാരണമാകുന്നത്? ഹിന്ദുമത തീവ്രവാദികളെ എതിർക്കുന്നവരെയെല്ലാം നക്സലേറ്റ് എന്ന മുദ്ര കുത്തി കൊന്നൊടുക്കാം എന്ന് കരുതുന്നത് വെറും ധാർഷ്ട്യം മാത്രമാണ്. സ്ത്രീകൾക്ക് വേണ്ടി നിയമസംഹിതയും സംഘടനകളും സ്ത്രീ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ പോകുന്ന അനവധി നിയമങ്ങളും ഉള്ള ഒരു നാട്ടിലാണ് പരസ്യമായി ഒരു സ്ത്രീക്കെതിരെ ഇത്തരം നെറികെട്ട വാക്ക് വിളിച്ചു പറഞ്ഞതെന്ന് ഓർക്കണം. ഒരു സ്ത്രീയെ അവരുടെ ഭർത്തൃമാതാവിനോട് മര്യാദ പഠിപ്പിക്കാൻ പറയാൻ എവിടെന്നാണ് ബി.ജെ.പിക്കാർക്ക് ഇത്ര ധൈര്യമുണ്ടായത്? സ്ത്രീ മര്യാദ പഠിപ്പിക്കാനും ഇടവും വലവും ചാടിക്കാനുമുള്ള ഉപഭോഗ വസ്തുവാണെന്നുള്ള ദുഷിച്ച ചിന്തയാണ് ഓരോ ബി.ജെ.പിക്കാരന്റെയും വായിൽ നിന്ന് വരേണ്ട സ്ത്രീകളോടുള്ള മനോഭാവം തന്നെയാണ് ഇവിടെ ഒരാൾ വിളിച്ചു പറഞ്ഞത്. ഉത്തരേന്ത്യയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന അടിമത്തവും വിദ്യാഭ്യാസം നിഷേധിക്കലും പുരുഷാധിപത്യത്തിനു കീഴിൽ ജീവിതം ഹോമിക്കലും കേരളത്തിലെ സ്ത്രീകളിലും അടിച്ചേൽപ്പിക്കാമെന്ന് കരുതുന്നത് ബി.ജെ.പിക്കാരെ വെറും തോന്നൽ മാത്രമാണ്.